ഹായ് കൂട്ടുകാരെ, ഞാൻ പ്രസാദ് പള്ളിയാടി. ഇന്ന് നമ്മുടെ ജീപ്പ് 4x4 ആയിട്ട് ഒരു ഓഫ് റോഡ് ട്രിപ്പ് പോയേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പോരുന്ന വഴിക്ക് മൂലമറ്റത്തുനിന്ന് ചെളിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ട് അവിടുന്ന് തിരിഞ്ഞ് ഓഫ് റോഡ് വഴി വാഗമണ്ണിന് പോവുകയാണ്. അപ്പോൾ നമ്മൾ വരുമ്പോൾ ഒരു നല്ലൊരു വെള്ളച്ചാട്ടമുണ്ട്, അതിമനോഹരമായ വെള്ളച്ചാട്ടം. അതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. നല്ല മഴയുള്ള സമയത്ത് നല്ല സൂപ്പർ വെള്ളമായിരിക്കും. നമ്മളിപ്പോൾ വെള്ളച്ചാട്ടം കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ചും കൂടെ മുകളിലേക്ക് കയറി പോകുന്നു. ഇപ്പോൾ നമ്മൾ ഓഫ് റോഡ് വഴിക്ക് അങ്ങോട്ട് തിരിച്ച് കയറിയേക്കുവാണ്. ഇനിയിപ്പം വഴി ഇപ്പോൾ ടാറിംഗ് ആണ്, വഴി ഇപ്പോൾ കോൺക്രീറ്റ് ആയി. കുറച്ചും കൂടെ കഴിയുമ്പോഴാണ് പക്ക ഓഫ് റോഡ് ആകുന്നത്. അതൊക്കെ മുകളിൽ കയറുമ്പോൾ കാണാൻ നല്ല വ്യൂ ഉണ്ട്, നല്ല സൂപ്പറായിരിക്കും. അപ്പോൾ ഇത്രയും നേരം വലിയ കുഴപ്പമില്ലായിരുന്നു. ബസ്സിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ടിട്ട് പോകാൻ പറ്റുള്ളൂ. വഴിയൊക്കെ മോശമാണ്. ഓക്കെ, ഇപ്പോൾ വളരെ മോശമുള്ള വഴി അങ്ങ് മാറി. ഇപ്പോൾ നമുക്ക് ഇനി 4 വീല് വേണ്ട. നമ്മളിനി അടുത്ത് നമ്മൾ 4 വീല് മാറ്റി അങ്ങ് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു സാധാരണ റോഡ് പോലെയൊക്കെയാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു സെക്കൻഡിലൊക്കെ പോകാൻ കുഴപ്പമൊന്നുമില്ല. മുകളിലേക്ക് ചെല്ലുമ്പോഴും നല്ല സ്ഥലമാണെന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെടും. നല്ലൊരു ഇവിടെ ഒരു വനത്തിൻ്റെ ചെറിയ പ്രതീതിയൊക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര കാട്ടുപന്നി ഉപദ്രവമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മളവിടെ നിന്ന് കയറി വന്നു. ഇപ്പം നല്ല മുകളിൽ ടീ ഫാക്ടറി ഉണ്ട്, പഴയത് നിർത്തിപ്പോയതാണ്. എങ്കിലും വെച്ചാൽ നല്ല മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ. അപ്പോൾ ഇവിടെ പണ്ട് ലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ തോട്ടത്തിൽ ജീവനക്കാർ താമസിക്കുന്നത്. അവിടെ ഒരു ഉണ്ട്, പൊളിഞ്ഞു കിടക്കുന്നത് കാണാം. അപ്പോൾ അത് താമസിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പം താമസമില്ല. താഴെ അങ്ങ് പോയി കഴിഞ്ഞാൽ എലപ്പള്ളി ആ സ്ഥലത്തുള്ള പള്ളിയൊക്കെ കാണാം. നേരെ താഴെ അതാണ് അതിനപ്പുറമാണ് വാഗമണ്ണിൻ്റെ മൊട്ടക്കുന്നുകളാണ് പല സ്ഥലങ്ങളിലുള്ളത്. വാഗമണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി കിലോമീറ്ററുകൾ കിടക്കുന്ന സ്ഥലമാണ്, കിലോമീറ്ററുകൾ. മെയിനായിട്ട് സഞ്ചാരികൾ വന്നു കഴിഞ്ഞാൽ മുട്ടക്കുന്നും അവിടെ ഒക്കെ കാണുന്നുള്ളൂ. അതൊന്നുമല്ല, കിലോമീറ്ററുകൾ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് കാണാൻ. പിന്നെ മുകളിലേക്ക് തൊട്ടടുത്താണ് ടീ ഫാക്ടറി. അതാ നമുക്ക് അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റും. പിന്നെ കാഞ്ഞാറ്റിൽ നിന്ന് വരുന്ന റോഡാണ് ഇതേ കാണുന്നത്. അങ്ങ് ദൂരെ ഒരു വെളുപ്പ് കാണാമെങ്കിൽ ശ്രദ്ധിച്ച് നോക്കൂ. അതിൽ അത്രയും ദൂരെ കൂടെ മാറിയാണ് വരുന്നത്. ഇത് ശരിക്കും ഒറ്റപ്പെട്ട സ്ഥലമാണ്. ഇവിടെ വീടുകളൊന്നുമില്ല, ആൾത്താമസമില്ല, കൂയ്യലും കാര്യങ്ങളും കേൾക്കില്ല. വൈകുന്നേരം ഒന്നും ഇതിൽ ഇറങ്ങി വരുമ്പോൾ സൂക്ഷിക്കണം. ഇഷ്ടംപോലെ കുറുക്കനും കാട്ടുപന്നി എല്ലാ മൃഗങ്ങളും ഉണ്ട്. ആന മാത്രമില്ല കേട്ടോ, ബാക്കിയെല്ലാം ഉണ്ട്. സൂക്ഷിച്ച് വരണം. ഇപ്പോൾ നമ്മൾ താഴെ നിന്ന് കയറി വന്നു. ഇപ്പം നമ്മൾ ഇതാണ് പുള്ളിക്കാനം ടീ ഫാക്ടറിയാണ്. ഇത്
ഇതാണ് കാണുന്നത്. ഇത് നിർത്തിയിട്ട് ഒരു 21 വർഷമാകുന്നു. 21 വർഷമായിട്ടുണ്ട്. അപ്പോൾ ഇതിന് പണ്ട് മുമ്പ് ഞാൻ ഇതിന് വന്നപ്പം ഇവിടെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. അതായത് 21 വർഷം മുമ്പ് ഞാൻ വന്നിട്ടുണ്ട്. അന്ന് ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, പണിക്കാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൂട്ടിപ്പോയി. ഇതിലൊരു എന്താ ശ്മശാന പ്രേതാലയോ ഡ്രാക്കുളയുടെ പഴയ നമ്മൾ ഡ്രാക്കുളയുടെ കാര്യങ്ങളൊക്കെ വിചാരിക്കില്ലേ, സിനിമയൊക്കെ കാണുന്നില്ലേ, അതുപോലെയുള്ള ഏകദേശം ഒരു അനുഭവം തോന്നും. പിന്നെ താഴെയാണെങ്കിലും ലയങ്ങൾ താമസിക്കുന്നത് അതൊക്കെ താമസിച്ചുകൊണ്ടിരുന്നായിരുന്നു. അതെല്ലാം അടഞ്ഞു കിടക്കുവാണ്. നല്ല ഇവിടെ വന്ന് ഇരുന്ന് വിശ്രമിക്കാനൊക്കെ നല്ല സുഖമാണ്. വേറെ ശല്യങ്ങളൊന്നുമില്ല. ഫാമിലിയായിട്ട് വന്നാലും ഇവിടെ ആരും ഉപദ്രവിക്കുകയൊന്നുമില്ല. എങ്കിലും ഒരു 5-6 മണിക്ക് മുമ്പ് ഇതിൽ കടന്നു പോകണം. അതായിരിക്കും ഏറ്റവും സേഫ്. ഓക്കെ. ഇപ്പം നമ്മൾ എസ്റ്റേറ്റ് കഴിഞ്ഞു. അവിടുന്ന് നമ്മൾ നേരെ മുകളിലേക്ക് കയറുവാണ്. പുള്ളിക്കാനം റോട്ടിലേക്ക് കയറുകയാണ്. അപ്പോൾ ഇനി കാടിൻ്റെ ഒരു പ്രതീതിയാണ്. ചിലപ്പോൾ മൃഗങ്ങൾ വട്ടം ചാടാം. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല ഫ്രണ്ടിൽ നല്ല വ്യൂ കണ്ടോ. ശരിക്കും ആന എന്നാൽ കാണിയെന്ന് പറയില്ല, അതുപോലെ തന്നെ നല്ല നല്ല കാഴ്ചയായിരിക്കും. മുകളിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ നമ്മൾ ഫാക്ടറി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് വരുമ്പോൾ ഒരു 10-300 മീറ്റർ വന്നു കഴിയുമ്പം ഒരു അരുവിയുണ്ട്. നല്ലതാണ്. അത്യാവശ്യം കുടിക്കാനൊക്കെ നല്ലതാണ്. മുഖം കഴുകാം. നല്ല ഒരു ക്ഷീണമൊക്കെ മാറ്റി നല്ല വിശ്രമിച്ച് ഇച്ച ജോക്കൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകാം. ഞങ്ങൾ വന്നപ്പോൾ ഒരു കല്ല് കണ്ടു. അന്നേരം എല്ലാവരും കല്ലിലൊക്കെ കയറ്റുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി കയറുമെന്നൊന്നും അറിയണ്ടേ, ചുമ്മാന്ന് കയറ്റി നോക്കിയതാട്ടോ. ഓക്കെ, ഇത് നല്ല വെള്ളമാണ്. അപ്പം കുടിക്കാനൊക്കെ നല്ല കേട്ടോ, ഒരു കുഴപ്പമില്ല. കുടിക്കാൻ നേരത്തെ ഒഴുക്കത്തുനിന്ന് പിടിക്കുന്നേ ഉള്ളൂ. നല്ല വെള്ളമാണ്. നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാണ്. ശരിക്കും ഒരു ബക്കറ്റ് വെള്ളം, ഒരു ബക്കറ്റായിട്ട് വരണം. ജീപ്പും കൊണ്ട് നിങ്ങൾ വരുവാണെങ്കിൽ ഒരു ബക്കറ്റും കൊണ്ട് വന്ന് വെള്ളം കോരി ഒഴിക്കും. നല്ല സുഖമായിരിക്കും. മുങ്ങിക്കളിക്കണമെങ്കിൽ മുങ്ങിക്കുളിക്കാം. അതിനുള്ള വെള്ളമുണ്ട്. ഇവിടെ ഒരു മുട്ടപ്പം മിച്ചം വെള്ളമുണ്ട്. നല്ല തണുപ്പാണ്. ഇനി നമുക്ക് അടുത്ത മുകളിലേക്ക് കയറി പോയേക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറി വന്ന് പുള്ളിക്കാനം റോഡിലേക്ക് കയറി. അപ്പം നല്ല മനോഹരമായ എല്ലാവർക്കും കാഴ്ചപ്പാട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നോ?
ഇനിയിപ്പോൾ കണ്ടോ അത് എവിടെയാണ് ചുംബനവളവ് എന്ന് പറഞ്ഞ സ്ഥലം. ഏതാ അങ്ങ് ദൂരെയാണ് ഇല്ലിക്കക്കല്ലെന്ന് പറഞ്ഞു. ഇല്ലിക്കക്കല്ല് അങ്ങ് ദൂരെ കാണാം. നല്ല ഇപ്പോൾ സമയം ഒരു 6:15 അപ്പം ഇനി എല്ലാവരും എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. നമ്മളിങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. അപ്പം പല കുറവുകളുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിലേക്ക് പിന്നീട് കാണാം. ഓക്കെ, ബൈ ബൈ.